KPC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു. അവരൊന്നിലും പങ്കെടുത്തിട്ടില്ല, ഞങ്ങൾ അവർക്ക് മുമ്പിൽ കാശ് കൊടുത്തിട്ടില്ല എന്നൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചത് അവരൊക്കെ പത്രമാധ്യമങ്ങൾ തിരുത്തി പറഞ്ഞു കഴിഞ്ഞു. ഞാനതിൻ്റെ അകത്ത് യാതൊരു തരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും ഞാൻ അന്ന് വളരെ കർക്കശമായി ഞാൻ പറഞ്ഞിരുന്നു, ഒരു തരത്തിലുള്ള 1% കുറ്റം ഈ പ്രശ്നത്തിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എൻ്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞ ആളാ. ഒരാൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കാം. പക്ഷേ പി ശശി അതല്ല. പി ശശി ഇതിനെല്ലാം വിധേയനായി നിൽക്കുന്ന ആളാ, വിധേയനായി നിന്നയാളാ, അങ്ങനെ വിധേയനായി പുറത്തു പോയ ആളാ. ഇവിടെ കണ്ണൂരിലുണ്ടായ സംഭവങ്ങൾ കണ്ണൂരിലെ CPM-കാർക്കറിയാം, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രം. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വിജയരാഘവനെതിരെ നിലപാട് വിശദീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. CPM അന്തർധാരയുടെ ഭാഗമാണ് വിജയരാഘവന്റെ പ്രസ്താവന എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ചർച്ചകൾക്ക് നമ്മളല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, പാർട്ടിയല്ലേ ചർച്ച ചെയ്യേണ്ടത്, തീരുമാനം എടുക്കുന്നത് പാർട്ടിയല്ലേ. ആർക്കും വ്യക്തിപരമായ ആർക്കും അഭിപ്രായം പറയാലോ, അതിലെന്ത് തെറ്റ്? രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിനെയാണ് അദ്ദേഹം. അതുകൊണ്ട് മറ്റുള്ള കൂട്ടരാരും പറ്റൂല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സാമുദായിക നേതാക്കളെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ? അഭിപ്രായം പറയുന്നതിന് സ്വാഭാവികല്ലേ? അഭിപ്രായം പറയുന്നതിന് തെറ്റ്? സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാവില്ലേ, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ? സ്വാഭാവികല്ലേ. ഇത് ആദ്യം ഒത്തിരിയായി. ഇത് എത്ര കാലമായിട്ട് പറയുന്നതാണ്? ഇതൊക്കെ എത്രയോ കാലമായി പറയുന്നതാണ്. അല്ല, അതിന്റെ വരും വരായിയെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക നേതാക്കളെയും സമുദായങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. ആര് പറഞ്ഞു അങ്ങനെ? ആര് പറഞ്ഞു? ഞങ്ങളിപ്പോൾ ആരെയാ ഞങ്ങൾ കാണാൻ പോയത്? ആരെയും കാണാൻ? ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ കുറ്റമുണ്ടോ? ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലല്ലോ. ആരെങ്കിലും പോയിട്ട് പറഞ്ഞോ പിന്നെ രമേശ് ചെന്നിത്തലക്ക് മുഖ്യമന്ത്രിയാക്കണം നിങ്ങൾ? ഇല്ലല്ലോ. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിൽ അവരവരെ അഭിപ്രായം പറഞ്ഞു. അതവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് പറയാൻ അവകാശമുണ്ട്. കേരളത്തിലെ പൗരന്മാരാണ്, അവരും പൗരന്മാരാണ്. അവരും ഒരുപാട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്, ജനസമ്മതിയുള്ള നേതാക്കന്മാരാണ്. അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? ഉണ്ട്. സതീശൻ അധികാരം ഒരു അഭിപ്രായത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ പറയുന്നു, വ്യക്തിപരമായി ഞാൻ പറയുന്നത് പറയാൻ പാടില്ലായിരുന്നു, അത്രമാത്രം. ആളിപ്പം വെള്ളാപ്പള്ളി നടേശന നല്ല നടപ്പ് നടത്താൻ നമുക്കൊന്നും കഴിയില്ലല്ലോ. പറ്റുമോ? ഞങ്ങൾ ചർച്ച തുടങ്ങിയാൽ നിങ്ങൾ അറിയും. സമുദായ സംഘടനകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയമായി അവർ അഭിപ്രായം പറയാം, അവർക്ക് രാഷ്ട്രീയ നിലപാടുള്ളതാണല്ലോ എന്നാണ് സുധാകരന്റെ പ്രതികരണം. അതേസമയം തന്നെ VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനം അത് പാടില്ലായിരുന്നു എന്നുകൂടി ചോദ്യത്തിന് മറുപടിയായി ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു.